ഒരു 30 വർഷം പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോഴുള്ള എന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് കൺഫ്യൂഷനായി നിന്നിടത്ത് നിന്ന് എനിക്കും ഇതൊക്കെ സെറ്റാവുമെന്ന സെറ്റപ്പിലേക്ക് ദൈവം എത്തിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യർക്കും പല രീതിയിലായിരിക്കുമല്ലേ അവരുടെ ബാഡ് ഡേയ്സ്. ഓരോ സാഹചര്യവും ഉൾക്കൊണ്ട് അതിജീവിച്ച് അതിങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോഴുണ്ടല്ലോ, അതിൽ പരം വേറെ എന്ത് വേണം നമുക്ക്? പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ മതിയെന്നേ. നമ്മുടെ സാഹചര്യങ്ങളും ചിന്തകളും മനസ്സും നമ്മളെക്കാൾ നന്നായിട്ട് വേറെ ആർക്കും മനസ്സിലാവാനാണ്. അതായത് രാമൻകുട്ടി, ചുരുക്കി പറഞ്ഞാൽ ഇന്നെൻ്റെ പിറന്നാളാണ്. കാര്യം ഒറ്റയ്ക്കായി പോയതിൽ കുഞ്ഞു വിഷമമുണ്ടെങ്കിലും ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നതിന് ഒരേ ഒരു കാരണം, അതെൻ്റെ അച്ചാച്ചിയാണ്, അതായത് എൻ്റെ ഹസ്ബൻഡ്. എന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ല എന്ന് ചിന്തിച്ചിരുന്ന കൗമാരക്കാരിയിൽ നിന്ന് കാലം എത്ര കഴിഞ്ഞാലും എപ്പോഴെങ്കിലും ഓർമ്മിക്കപ്പെടാനുള്ള ചില നല്ലതിനും ഞാനൊരു കാരണമായി. ബൈ ദ ബൈ, അങ്ങനെ 30 വയസ്സിനുള്ളിൽ 4 ഫോണുകൾ മാറ്റി സ്വന്തമായി കാശ് മുടക്കി ഞാൻ എനിക്ക് തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി മേടിച്ചതാണ് ഈ ഫോൺ. അയ്യേ, ഇതിലെന്താ എത്ര കാര്യമെന്നല്ലേ? കാര്യമുണ്ട്. ഞാനൊരു പിശുക്കി ആയതുകൊണ്ട് ആർഭാടത്തിനല്ല, ആവശ്യത്തിനാണെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഒരു സാധനം മേടിക്കുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയല്ലേ? ചേടാ, ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് പോമാഷേ.